السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ തെറ്റുകുറ്റങ്ങൾക്കും മാപ്പ് നൽകട്ടെ. പ്രത്യേകിച്ച് നമ്മുടെ മുറാദുകൾ അല്ലാഹു ഹാസിലാക്കട്ടെ. വിഷമങ്ങൾ, രോഗങ്ങൾ, പ്രയാസങ്ങൾ, കടങ്ങൾ എല്ലാം നീക്കി അല്ലാഹു റാഹത്ത് പ്രദാനം ചെയ്യട്ടെ. പരിശുദ്ധ റമദാൻ അനുകൂലമായി സാക്ഷി പറയുന്ന മുത്തഖുകളിൽ നമ്മെ അല്ലാഹു ചേർക്കട്ടെ. നമ്മുടെ മരണപ്പെട്ടു പോയ വേണ്ടപ്പെട്ട എല്ലാവരുടെയും ഖബർ ജീവിതം സന്തോഷത്തിലും റാഹത്തിലും ആക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹ്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ റമദാനിന്റെ 7ാമത്തെ രാവിലേക്കാണ് നാം ചേർന്നിട്ടുള്ളത്. ഇന്നത്തെ രാവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പ്രത്യേകം നമ്മൾ ചോദിക്കേണ്ട ദുആ, അല്ലാഹുവിനോട് നോമ്പ് പിടിക്കാനും തറാവീഹ് നിസ്കരിക്കാനും അല്ലാഹുവിനോട് പിന്നെന്താ നിത്യമായിട്ട് അല്ലാഹുവിന്റെ ദിക്ർ ഫിക്ർ, അല്ലാഹുവിനെ ഓർക്കുക, ദിക്ർ ഉണ്ടാവുക, അതിനു വേണ്ടിയിട്ടുള്ള സഹായം ചോദിച്ചിട്ടുള്ള ദുആ ഇന്ന് പ്രത്യേകം വേണമെന്ന് മഹാന്മാർ ചൊല്ലിയിട്ടുള്ള ദുആയാണ്. ആ ദുആയുടെ പ്രത്യേകത നമുക്ക് അല്ലാഹു ഒരുപാട് ബറക്കത്ത് ആഫിയത്ത് നൽകും, അമൽ ചെയ്യാനുള്ള അവസരം നൽകും. അപ്പോൾ ആത്മാർത്ഥമായിട്ട് എൻ്റെ കൂടെ എല്ലാവരും പറയാം ഈ ദുആ. اللهم أعني على صيامه وقيامه وجنبني من خفواته وآثامه وارزقني فيه ذكرك بدوامه بتوفيقك يا هادي المؤمنين. അല്ലാഹു സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി ഇന്നത്തെ തറാവീഹിനെ കുറിച്ച് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അലി റളിയല്ലാഹു തആല ചോദിക്കുന്നുണ്ട്, എന്താണ് ഇന്നത്തെ തറാവീഹിന്റെ പോരിശാൻ? അവിടുന്ന് പറഞ്ഞു കൊടുക്കുന്നത് ഫകഅന്നമാ അദ്റക മൂസ അലൈഹിസ്സലാം വനസ്റഹു അലാ ഫിർഔന വഹാമാന. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കൂടെ നിന്നിട്ട് ഫിർഔനെതിരിൽ ഹാമാനെതിരിൽ സഹായിച്ച കൂലി, മൂസ നബിയുടെ കൂടെ ദീനിനു വേണ്ടി അധ്വാനിച്ച കൂലിയാണ് അല്ലാഹു നൽകാൻ പോകുന്ന, തുല്യതയില്ലാത്ത കൂലിയാണ്. ആ വലിയ നന്മ ഇന്ന് കേറും ഇന്നത്തെ തറാവീഹിൽ. ഓർമ്മ വേണം, അല്ലാഹു പരിപൂർണമായി ഖബൂലിയത്തുള്ള നിസ്കാരമായി നമ്മുടെ നിസ്കാരം അല്ലാഹു സ്വീകരിക്കട്ടെ. നമ്മുടെ പ്രയാസങ്ങൾ, വിഷമങ്ങൾ മാറ്റട്ടെ. മജ്ലിസ് കൊണ്ട് എന്തെല്ലാം കൽബിൽ മുറാദുണ്ടോ അതൊക്കെ അല്ലാഹു ഹാസിലാക്കട്ടെ. ദുആ ചെയ്യാൻ പറയുന്ന എല്ലാവർക്കും അല്ലാഹു ഖൈറും ബറക്കത്തും നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമുക്ക് സാധാരണ ചൊല്ലാറുള്ള ദിക്ർ ദുആ മജ്ലിസിലേക്ക് കടക്കാം. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നഹ വഅഊദു ബിക മിനൻ നാർ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നഹ വഅഊദു ബിക മിനൻ നാർ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നഹ വഅഊദു ബിക മിനൻ നാർ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നഹ വഅഊദു ബിക മിനൻ നാർ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നഹ വഅഊദു ബിക മിനൻ നാർ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നഹ വഅഊദു ബിക മിനൻ നാർ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നഹ വഅഊദു ബിക മിനൻ നാർ. ഇനി പരിശുദ്ധമായ റമദാനിന്റെ ആദ്യത്തെ 10 സജീവമായിട്ട് നമ്മൾ ചോദിക്കേണ്ട ദുആയാണ് അല്ലാഹുവിന്റെ റഹ്മത്ത് ചോദിച്ചുകൊണ്ടുള്ള ദുആ. ഈ ദുആന്റെ പ്രത്യേകത, ഇത് കഴിഞ്ഞിട്ട് നമ്മൾ എന്തൊക്കെ ചോദിക്കുന്നുണ്ടോ അത് മുഴുവനും കബൂലാക്കുമെന്നാണ് ഇതിന്റെ പ്രത്യേകത. ഹദീസിൽ കാണാം. അപ്പൊ അതാണ് ആത്മാർത്ഥമായി പറയേണ്ടത്. എന്റെ കൂടെ പറയാം. അല്ലാഹുമ്മ റഹംനി യാ റഹമർ റഹീമീൻ. അല്ലാഹുമ്മ റഹംനി യാ റഹമർ റഹീമീൻ. اللهم ارحمني يا ارحم الراحمين. 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 അല്ലാഹു സുബ്ഹാനഹു വ തആല പരിപൂർണമായി നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യട്ടെ, സ്വീകരിക്കട്ടെ. അല്ലാഹുവിന്റെ ബറക്കത്ത് നമുക്ക് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹ്. ഇനി നമുക്ക് പറയാനുള്ളത്, പ്രിയപ്പെട്ടവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹാന്മാരായ സ്വഹാബത്ത് പഠിപ്പിച്ചു തന്നു, ആത്മാർത്ഥമായിട്ട് നോമ്പ് തുറന്ന് ആ രാവിൽ വിശ്വാസിനികൾ ഒരു ദുആ ഉണ്ട്. ആ ദുആ പറഞ്ഞാൽ
ഹജ്ജിന് കൊടുക്കുന്ന ഓഫറാ. കയ്യൗമ വലദത്തു ഉമ്മുഹു, ഉമ്മ കുഞ്ഞിന് ജന്മം കൊടുക്കുമ്പോൾ പാപങ്ങൾ മുഴുവനും ശുദ്ധീകരിക്കപ്പെട്ട അവസ്ഥയിൽ ഒരു തെറ്റുണ്ടാവില്ല. അത്രയേറെ പ്രഗത്ഭമായ ദുആയാണ്. മാത്രമല്ല ഇത് നിങ്ങളുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണമെന്ന് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് ദുനിയാവിന്റെയും ആഖിറത്ത് ഇരു ലോകത്തിന്റെയും കാര്യങ്ങൾ സ്വലാഹ് നന്നാക്കി തരുമെന്നാണ് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങൾ പറയുന്നത്. അത്ര എഫക്റ്റീവാണ് ആ ദുആയാണ് നമ്മൾ ചൊല്ലാൻ പോകുന്നത്. എൻ്റെ കൂടെ എല്ലാവരും ആത്മാർത്ഥമായിട്ട് ചൊല്ലാം. ഇതിലൊക്കെ ഉമ്മമാരൊക്കെ പങ്കെടുക്കണം. ഈ ദിക്ർ ദുആയിലൊക്കെ ഖുർആനിന്റെ സൂറത്തുകൾ ഓതുമ്പോൾ അതിലൊക്കെയാണ് നമുക്ക് ഈ പീരീഡിന്റെ ടൈമിലുള്ള വ്യത്യാസമുള്ളൂ. ബാക്കി ദുആയിലൊക്കെ സജീവമാകണം. പലരും ചൊല്ലാൻ പറ്റുമോ, ഇത് പുണ്യമുള്ളതല്ലേ എന്ന് മാറി നിൽക്കുന്നുണ്ട്. ഒരിക്കലും പാടില്ല. എല്ലാവരും കൂടണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. യാ അലീം യാ അലീം യാ അലീം أنت إلهي لا إله غيرك يغفر الذنب العظيم فإنه لا يغفر الذنب العظيم إلا العظيم يا عظيم يا عظيم يا عظيم أنت إلهي لا إله غيرك يغفر الذنب العظيم فإنه لا يغفر الذنب العظيم إلا العظيم تقبل الله. അല്ലാഹു സുബ്ഹാനഹു വതആല പരിപൂർണമായി ഖബൂൽ ചെയ്ത് വലിയ ഈ ദുആയിൽ പറഞ്ഞതുപോലെ അല്ലാഹുവേ ഉന്നതനായ നിനക്ക് വലിയ പാപങ്ങൾ പൊറുക്കാൻ പറ്റുള്ളൂ, നീയാണ് പൊറുക്കുന്നവൻ, നീ അല്ലാതെ ഇലാഹില്ല, എനിക്ക് പുറത്തു തരണം പടച്ചോനെ എന്നാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. അല്ലാഹു അത് പരിപൂർണമായി ഖബൂൽ ചെയ്യട്ടെ, നമ്മുടെ തെറ്റുകൾ പൊറുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി പരിശുദ്ധമായ റമളാനിൽ ഉടനീളം നമ്മൾ 30 വരെ ചോദിക്കേണ്ട ദുആയാണ്. റമളാൻ നമുക്ക് അനുകൂലമായി സാക്ഷി പറഞ്ഞ് നാളെ നമ്മെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സ്വർഗം മേടിച്ചു തരാൻ ഈ ദുആ കാരണമാകും. മാത്രമല്ല നരകമോചനത്തിന് ദുആ കാരണമാണ്. നമ്മുടെ വാപ്പ ഉമ്മ നമ്മുടെ വേണ്ടപ്പെട്ട എല്ലാവർക്കും നരകമോചനം കിട്ടാൻ ദുആ കാരണമാണ്. ആ ദുആയാണ് ഇനി നമുക്ക് ചൊല്ലാനുള്ളത്. ആത്മാർത്ഥമായിട്ട് ചൊല്ലാം. അല്ലാഹുമ്മ ജഅൽ ഹാദ ശഹ്റ ശരീഫൽ അളീമൽ മുബാറക ശാഹിദൻ ലനാ ലാ ശാഹിദൻ അലൈനാ വജഅൽഹു ഹുജ്ജതൻ ലനാ ലാ ഹുജ്ജതൻ അലൈനാ اللهم اعتق رقابنا ونقاب آبائنا وأمهاتنا ومن تعلقوا بنا من الدين والمظالم والنار. اللهم اجعل هذا الشهر الشريف العظيم المبارك شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا. اللهم اعتق رقابنا ونقاب آبائنا وأمهاتنا ومن تعلقوا بنا من الدين والمظالم والنار. اللهم اجعل هذا الشهر الشريف العظيم المبارك شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا. اللهم اعتق رقابنا ونقاب آبائنا وأمهاتنا ومن تعلقوا بنا من الدين والمظالم والنار. അൽഹംദുലില്ലാഹ്. ഇനി നമുക്ക് ചൊല്ലാനുള്ളത് അല്ലാഹുവിന്റെ പരിശുദ്ധമായ അസ്മാഉൽ ഹുസ്നയിലെ ഏറ്റവും വേറിട്ടൊരു ഇസ്മാണ്. അതായത് പരിശുദ്ധമായ റമളാനിന്റെ ആദ്യത്തെ 10കളിലൂടെയാണല്ലോ നമ്മൾ പോകുന്നത്. ആദ്യത്തെ 10 അവ്വലുഹു റഹ്മത്തുൻ എന്ന് പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. റഹ്മത്തിന്റെ 10ആണ്. അപ്പൊ ഒരുപാട് ചോദിക്കേണ്ടതും അല്ലാഹുവിന്റെ റഹ്മത്ത് തന്നെയാണ്. ആ ചോദ്യവുമായി അല്ലാഹുവിന്റെ റഹ്മത്തുമായി ഏറ്റവും ബന്ധപ്പെട്ട് കിടക്കുന്ന എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ റഹ്മത്ത് കിട്ടാൻ ഈ ഇസ്മ ചൊല്ലുന്ന അല്ലെങ്കിൽ പറയുന്നവർക്ക് പ്രത്യേകം പോലീസ് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കും. അതാണ് യാ റഹ്മാൻ എന്ന് പറയുന്ന അല്ലാഹുവിന്റെ റഹ്മത്ത് കിട്ടാൻ വേണ്ടി വിളിക്കുന്ന തേടുന്ന തേട്ടമാണ്. അതിനോടുകൂടെ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഏറ്റവും അഫ്ളലായ ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് അതുകൂടെ ചേർത്തുകൊണ്ട് നമ്മൾ ആ ഒരു ദിക്റാണ് ഇനി പറയാൻ പോകുന്നത്. ആത്മാർത്ഥമായി എനിക്ക് റഹ്മത്ത് വേണം എന്നുള്ള തേട്ടം ഈ അസ്മാ പറയുന്നതിൽ നമ്മുടെ കൽബിൽ ഉണ്ടാകണം. എൻ്റെ കൂടെ എല്ലാവരും പറയണം. യാ റഹ്മാനു യാ അല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് യാ റഹ്മാനു യാ അല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് യാ റഹ്മാനു യാ അല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് യാ റഹ്മാനു യാ അല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്
യാ റഹ്മാനു യാ അല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് യാ റഹ്മാനു യാ അല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് യാ റഹ്മാനു യാ അല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് യാ റഹ്മാനു യാ അല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് യാ റഹ്മാനു യാ അല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പരിശുദ്ധമായ ഇസ്മ സ്വീകരിക്കട്ടെ, കബൂലാക്കട്ടെ, അവന്റെ റഹ്മത്ത് നമുക്ക് പ്രദാനം ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി റമദാനിൽ ഉടനീളം നമുക്ക് വേണ്ടത് അല്ലാഹുവിന്റെ മഗ്ഫിറത്താണ്. പ്രത്യേകം പൊറുക്കണേ, പാപമോചനം നൽകണേ എന്നുള്ള തേട്ടമാണ് വിശ്വാസിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട. പാപങ്ങൾ പുറത്തു കിട്ടാൻ വേണ്ടി അല്ലാഹുവിന്റെ ഏതൊരു കാര്യമാണോ നമുക്ക് നേടിയെടുക്കാനുള്ളത് ആ കാര്യവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന അള്ളാഹിന്റെ ഇസ്മ പറഞ്ഞു പ്രത്യേകം ദുആ ചെയ്യൽ പുണ്യമാണ്, ഇജാബത്ത് കിട്ടുമെന്ന് മഹത്തുക്കൾ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ പാപങ്ങൾ പുറത്തു കിട്ടാൻ, നമ്മുടെ തിന്മകൾ കരിഞ്ഞു പോകാൻ അള്ളാഹുവിന്റെ ഗഫാർ യാ ഗഫാർ യാ അല്ലാഹ്, ഏറ്റവും പാപങ്ങൾ പൊറുക്കുന്നവനെ എന്നുള്ള ആ ഒരു വിളിയാളം, ആ ഒരു ഇസ്മ, അത് വല്ലാത്ത പവറാണ്. അതും പരിശുദ്ധമായ കലിമത്ത് തൗഹീദും കൂടെ ചേർന്നുകൊണ്ട് ഒരു ഇസ്മ, അതാണ് നമ്മൾ പറയാൻ പോകുന്നത്. എല്ലാവരും ആത്മാർത്ഥമായിട്ട് പറയാം. യാ ഗഫാർ യാ അല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് 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 യാ ഗഫാർ യാ അല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അൽഹംദുലില്ലാ. പ്രിയപ്പെട്ടവരെ, ഇനി നമുക്ക് ചൊല്ലാനുള്ളത് പ്രത്യേകിച്ച് നമ്മുടെ സഹോദരിമാർക്ക് നമ്മൾ സംസാരിച്ചിട്ടുണ്ടല്ലോ, അവർക്ക് ഖുർആൻ ഓതാൻ പറ്റാത്തപ്പോൾ, നിസ്കരിക്കാൻ പറ്റാത്ത സമയങ്ങളിൽ ആത്മാർത്ഥമായി ചൊല്ലിയാൽ അള്ളാഹു നരകമോചനം കൊടുക്കും, സിറാത്ത് പാലത്തിലൂടെ എളുപ്പം കടത്തി കൊണ്ടുപോകും, അള്ളാഹിന്റെ അദാബിൽ നിന്ന് അമ്ന നിർഭയത്വം കൊടുക്കും. മാത്രമല്ല, ഈ പരിശുദ്ധമായ വചനം പറയുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ആയിരക്കണക്കിന് നിസ്കാരങ്ങളുടെ കൂലി പോലും വകവെച്ചു കൊടുക്കും എന്ന് പറഞ്ഞ വാക്കാണ്. ആ വാക്ക് ആത്മാർത്ഥമായിട്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് പറഞ്ഞാൽ, പ്രത്യേകിച്ച് ഇപ്പൊ നമ്മൾ വിചാരിക്കും ഈ പരിശുദ്ധമായ വചനം പറഞ്ഞതുകൊണ്ട് സഹോദരന്മാർക്ക്, പുരുഷന്മാർക്ക് എന്താ ലാഭം. തീർച്ചയായും നമ്മൾ ഈ പറയുന്ന വാക്കിന്റെ അർത്ഥങ്ങൾ ചിന്തിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് പറഞ്ഞിട്ടുണ്ട്, ഒരു വിശ്വാസി പറയുന്നതിൽ അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട വാക്കാണ് അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ, അസ്തഗ്ഫിറുല്ലാഹ മിൻ കുല്ലി ദംബ് എന്ന് പറഞ്ഞാൽ എല്ലാ തെറ്റിനും തൊട്ടും എനിക്ക് കാവൽ നൽകണം, എനിക്ക് നീ ക്ഷമാപണം നൽകണമെന്ന എല്ലാവർക്കും പറയാൻ പറ്റിയ വാക്ക് കൂടെയാണ്. എല്ലാവരും ആത്മാർത്ഥമായിട്ട് പറയാം. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ വസ്തഗ്ഫിറുല്ലാഹ മിൻ കുല്ലി ദംബ് 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 അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ അസ്തഗ്ഫിറുല്ലാഹ 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 മിൻ കുല്ലി ദംബ്. അൽഹംദുലില്ലാ. ഇനി പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ റമളാനും പരിശുദ്ധ തറാവീഹും നോമ്പ് തുറക്കലും നോമ്പ് തുറപ്പിക്കലും എല്ലാ അമലുകളും നമ്മുടെ കയ്യിൽ കൊണ്ടുവന്ന് തന്നതാരാ? പരിശുദ്ധ റസൂലാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ റമളാൻ നമുക്ക് കിട്ടാൻ കാരണം പുണ്യ നബിയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുൻകഴിഞ്ഞു പോയ ഉമ്മത്തിന് ഈസാ നബിക്ക് റമളാനില്ല, മൂസ നബിക്ക് ഇല്ല. എന്തുകൊണ്ടാ? അവരുടെ കൂടെ പുണ്യ റസൂലില്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ കൂടെ പുണ്യ നബിയുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഇതെല്ലാം കിട്ടിയത്. ലൈലത്തുൽ ഖദർ, ഖുർആൻ ഒരു ഉമ്മത്തിനും അള്ളാഹു കൊടുത്തില്ല, ഈ ഉമ്മത്തിനാണ് നൽകിയത്. കാരണം ലീഡർ പരിശുദ്ധ റസൂലാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് അവിടുത്തെ ഓർക്കാതെ, അവിടുത്തെ സ്വലാത്തില്ലാതെ ഒരു മജ്ലിസും ഇല്ല, നമുക്ക് ഒന്നും വിജയിക്കൂല. അതുകൊണ്ട് പരിപൂർണമായി ഈ മജ്ലിസിന്റെ ബറക്കത്ത് തീർച്ചയായും സ്വലാത്തുകൾ കൂടെയാണ്. ആത്മാർത്ഥമായി ബറക്കത്തിന് വേണ്ടി കുറച്ച് സ്വലാത്ത് നമുക്ക് ചൊല്ലാം. എല്ലാവരും എൻ്റെ കൂടെ ചൊല്ലാം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على إبراهيم وعلى آل إبراهيم
في العالمين إنك حميد مجيد. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. اللهم صل وسلم وبارك على سيدنا محمد الفاتح لما ولق والخاتم لما سبق والناصر الحق بالحق والهادي إلى صراطك المستقيم صلى الله عليه وعلى آله وأصحابه حق قدره ومقداره العظيم. اللهم صل وسلم وبارك على سيدنا محمد الفاتح لما ولق والخاتم لما سبق والناصر الحق بالحق والهادي إلى صراطك المستقيم صلى الله عليه وعلى آله وأصحابه حق قدره ومقداره العظيم. اللهم صل وسلم وبارك على سيدنا محمد الفاتح لما ولق والخاتم لما سبق والناصر الحق بالحق والهادي إلى صراطك المستقيم صلى الله عليه وعلى آله وأصحابه حق قدره ومقداره العظيم. اللهم صل على النور واهله. 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 صلى الله على سيدنا محمد والآل والأصحاب سلم. 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 അൽഹംദുലില്ലാഹ്. പ്രിയപ്പെട്ടവരെ, ഇനി നമ്മൾ മറക്കാതെ ഓർത്ത് ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നാളത്തെ നോമ്പിലുള്ള നിയ്യത്ത്. എല്ലാവരും എൻ്റെ കൂടെ നിയ്യത്ത് വെക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നവൈതു സൗമ ഗദിൻ അൻ അദാഇ ഫർളി റമളാനി ഹാദിഹി സനതി ലില്ലാഹി തആല. ഈ വർഷത്തെ അദാ ആയ ഫർളായ റമളാൻ മാസത്തിൽ നിന്നുള്ള നാളത്തെ നോമ്പിനെ അല്ലാഹു തആലാക്ക് വേണ്ടി അനുഷ്ഠിക്കുവാൻ ഞാൻ കരുതി. തഖബ്ബലല്ലാഹ്. അൽഹംദുലില്ലാഹ്. അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി നമുക്കൊരു ഫാത്തിഹ. അത് നമ്മുടെ മരണപ്പെട്ടു പോയ വേണ്ടപ്പെട്ട എല്ലാവർക്കും, പ്രത്യേകിച്ച് റമളാനിൽ വഫാത്തായി പോയ മുഴുവൻ മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾക്കും. റമളാനിലൊക്കെ വഫാത്ത് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായ തൗഫീഖ് കിട്ടുന്ന ആളുകൾക്കാണ്. അപ്പോൾ ഇതേവരെ റമളാനിൽ വഫാത്തായി പോയ ലക്ഷക്കണക്കിന് മുഅ്മിനീങ്ങളുണ്ട്. അവരെ എല്ലാം ഉൾപ്പെടുത്തുകയാണ് നമ്മൾ. എല്ലാവരുടെ പേരിലും ഒരു ഫാത്തിഹ എല്ലാവരും. ഇലാ ഹദറത്തി നബിയിനാ നബി റഹ്മത്തി മുസ്തഫ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഇലാ ഹളറാത്തിഹിൽ ഖൈരി കുല്ലിഹിം അജ്മഈൻ. അൽ ഫാത്തിഹ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين.
الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس صدق الله مولانا العظيم الحمد لله الذي أنعم علينا بالإيمان وهدانا إلى دين الإسلام حمدا يوافي نعمه ويكافئ مزيدا اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد اللهم اجعل هذا الشهر الشريف العظيم المبارك شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا اللهم اعتق رقابنا ورقاب آبائنا وأمهاتنا ومن تعلقوا بنا من الدين والمظالم والنار റഹ്മുറാഹിമായ അൽ മലിക്കുൽ ജബ്ബാറായ രാജസയ്യിദായ കരുണക്കടലായ കരുണാവാരിധിയായ അല്ലാഹ് ഞങ്ങൾ ഓതിയതും പറഞ്ഞതും ഒരുമിച്ച് കൂടിയതും നീ സ്വീകരിക്കണേ അല്ലാഹ് പടച്ചവനെ എല്ലാറ്റിൻ്റെയും മിഥില സവാബ് എല്ലാറ്റിൻ്റെയും സബബായ ഹബീബായ മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദറത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ് അമ്പിയാക്കൾ ഔലിയാക്കൾ സ്വാലിഹീങ്ങൾ ശുഹദാക്കൾ പ്രത്യേകിച്ച് പടച്ചവനെ പരിശുദ്ധമായ റമളാനിൽ വഫാത്തായി ഷഹീദായി പോയ അസ്ഹാബുൽ ബദരീങ്ങള് അവരുടെ ഹദറത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ് ഞങ്ങളുടെ മരണപ്പെട്ടു പോയ കാരണവന്മാര് മാതാപിതാക്കൾ ഉസ്താദുമാര് വല്ലുപ്പമാര് വല്ലുമ്മമാര് ഭാര്യ ഭർത്താക്കന്മാര് മക്കള് ഞങ്ങളുടെ ഓരോരുത്തരുടെയും പള്ളിയുടെ ചുറ്റുഭാഗത്തെ ഖബറിലുള്ളവര് എല്ലാവർക്കും നീ എത്തിച്ചു കൊടുക്കണേ റബ്ബേ അല്ലാഹുവേ നിന്റെ മഹഫദ് കൊണ്ട് പരിശുദ്ധമായ റമളാനിന്റെ ബറക്കത്ത് കൊണ്ട് റബ്ബേ ഞങ്ങൾക്ക് അഫൂ നൽകണേ അല്ലാഹ് മാപ്പ് നൽകണേ അല്ലാഹ് ദോഷങ്ങൾ പൊറുക്കണേ അല്ലാഹ് പടച്ചവനെ ഞങ്ങളുടെ കൊച്ചു കൊച്ചു അമലുകൾ സ്വീകരിക്കണേ അല്ലാഹ് നോമ്പും തറാവീഹും ഖുർആനോത്തും എല്ലാ നന്മകളും നീ കബൂലാക്കണേ റബ്ബേ എല്ലാറ്റിലും വരുന്ന പോരായ്മകൾ നീ പരിഹരിക്കണേ അല്ലാഹ് പടച്ചവരെ ലോക മുസ്ലിമീങ്ങൾക്ക് സന്തോഷം സമാധാനം നൽകണേ അല്ലാഹ് അല്ലാഹുവേ സാധുക്കളായി വിശ്വാസികളെ ആരെല്ലാം എന്തെല്ലാം പ്രയാസങ്ങൾ പെടുത്തുന്നു പടച്ചവനെ ശത്രുക്കളെ പരാജയപ്പെടുത്തണേ അല്ലാഹ് റബ്ബേ നിന്റെ ഹിഫ്ള് തരണേ അല്ലാഹ് പടച്ചവരെ റമളാനിന്റെ ബറക്കത്ത് കൊണ്ട് നിന്റെ പൊരുത്തം ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണേ അല്ലാഹ് ഞങ്ങളുടെ മുറാദ് ഹാസിലാക്കണേ അല്ലാഹ് ഞങ്ങളുടെ മക്കളെ നീ ഉന്നത വിജയമുള്ള മക്കളാക്കണേ റബ്ബേ മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുത്ത് വീടില്ലാത്തവർക്ക് വീട് കൊടുത്ത് ജോലിയില്ലാത്തവർക്ക് ജോലി കൊടുത്ത് എത്രയോ കഷ്ടപ്പെടുന്നവരാണ് രോഗികളാണ് പ്രയാസപ്പെടുന്നവരാണ് എത്ര പേരാണ് ദുആ ചെയ്യാൻ എത്രയോ തവണ പറഞ്ഞിരിക്കുന്നു റബ്ബേ പടച്ചവനെ എല്ലാവരുടെ പ്രയാസങ്ങളും വിഷമങ്ങളും മാറ്റണേ അല്ലാഹ് എല്ലാവർക്കും ഞങ്ങൾക്കും ഖൈറും ബറക്കത്തും നൽകണേ അല്ലാഹ് റമളാൻ അനുകൂലമായി സാക്ഷി പറയിപ്പിക്കണേ റബ്ബേ റഹ്മത്തിന്റെ പരിശുദ്ധമായ പത്തുകളിൽ അല്ലാഹുവേ നിന്റെ റഹ്മത്ത് കൊടുക്കുന്ന വിശ്വാസികൾ ഞങ്ങളെ കൂടെ ചേർക്കണേ അല്ലാഹ് ഞങ്ങളെ കബൂലാക്കണേ റബ്ബേ اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات اللهم رب ارحمهما كما ربياني صغيرا
ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين بحق صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم صل على جميع الأنبياء والمرسلين والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.